നമ്മളങ്ങനെ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ ചെയ്യണം. ചെയ്യാൻ കഴിയുന്നില്ലയോ? പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്നത് ചെയ്യാൻ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്നില്ല, കർത്താവ് എന്നെ സഹായിക്കും. ഏക മധ്യസ്ഥനാണ് സഹായിക്കും. പരിശുദ്ധാത്മാവിൽ കൂടെ സഹായം ലഭിക്കും. അവിടെയാണ് പ്രാർത്ഥനയുടെ വില വരുന്നത്. പ്രാർത്ഥനയുടെ മൂല്യം അവിടെയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. അതിന്റെ ഗുണം അവിടെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ പരിഹരിച്ചു വരുമ്പോഴാണ് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണമുള്ള ദൈവത്തിന്റെ കരം നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. ഇല്ലെങ്കിൽ കരം നമ്മുടെ അടുക്കിലേക്ക് വരില്ല, നമ്മൾ അതിനപ്പുറം അകന്നു നിൽക്കും. സ്തോത്രം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ദൈവജനത്തിൽ കൂടെ വായിക്കുക മാത്രമല്ല, എല്ലാം ഒന്നോടൊന്ന് കോർത്തിണക്കി ഗ്രഹിച്ചറിയണം. കോർത്തിണക്കി ഗ്രഹിച്ചറിയണം, തിരിച്ചറിയണം. അങ്ങനെ ഗ്രഹിച്ചും തിരിച്ചും അറിയത്തക്കുള്ള ആത്മനിയോഗത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ വളർത്തിയെടുക്കും. ഹല്ലേലൂയ. വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ആത്മനിയോഗം നമുക്കുണ്ടാവണം. എഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വരുമ്പോൾ, 7-ാം വാക്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് ആദ്യം വരാം. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. പാസ്റ്ററാക്കി വെച്ചിരിക്കുന്നു, അച്ഛനാക്കി വെച്ചിരിക്കുന്നു, ബിഷപ്പാക്കി വെച്ചിരിക്കുന്നു എന്നല്ല, കാവൽക്കാരനാക്കി വെച്ചിരിക്കുക. ആർക്ക്? ഇസ്രായേൽ ഗൃഹത്തിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ട സകല മനുഷ്യരുടെയും കാവൽക്കാരിൽ ഒരാളാണ് യെഹെസ്കേൽ പ്രവാചകൻ. ആരാ നിയോഗിച്ചാക്കിയത്? സംഘടനക്കാരല്ല കേട്ടോ. ഒരു സംഘടനക്കാരുമല്ല നിയോഗിച്ചാക്കിയത്, ഒരു മത രാഷ്ട്രീയക്കാരല്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നല്ല ചെയ്ത സർവശക്തനായ ദൈവം തന്നെ നിയോഗിച്ചാക്കിയത്. അത് നേരിട്ട് നിയോഗിച്ചത്. അതിന് പരിശുദ്ധാത്മാവ് തുണയുന്നു. യേശുക്രിസ്തു അതിന് സാക്ഷ്യം വഹിച്ചു. ഇതേപോലെ നമ്മളെ നിയോഗിച്ചാക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. എന്റെ നാമത്തിൽ നീ അവരെ ഓർമ്മപ്പെടുത്തണം. അല്ലാതെ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന മനുഷ്യന്റെ ആവശ്യം ദൈവത്തോട് ഓർമ്മപ്പെടുത്തണമെന്നല്ല. ഇന്ന് സംഭവിക്കുന്നു. മനുഷ്യന്റെ ആവശ്യം ദൈവത്തോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇന്നാരും പിന്നാറ്റമാണ്, മടങ്ങേറും ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. മടങ്ങേറത്തിനോ ഇന്ന രോഗിയാണ്, സൗഖ്യമാക്കണമെന്ന് ദൈവത്തിന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇന്നത്തെ ഉപദേശകമായ വ്യത്യാസം. ഹല്ലേലൂയ. ഇസ്രായേൽ ഗ്രഹത്തിലെ കാവൽക്കാരന്റെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാവൽക്കാരന്റെ വ്യത്യാസം ബൈബിൾ പ്രഖ്യാപിക്കുക, വെളിപ്പെടുത്തുക. സ്തോത്രം. ഇതൊക്കെ നമ്മൾ കേട്ട് ചെയ്യണം, എന്നാലേ ബുദ്ധിയുള്ള മനുഷ്യനാവും. കേട്ട് ചെയ്യാത്ത മൂടൻ. കേട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിയുള്ള അവന്റെ ജീവിതയാത്ര മേലോട്ട. ഹല്ലേലൂയ. അവന് സാക്ഷ്യം പറഞ്ഞാൽ ജീവിതയാത്ര മേലോട്ട. അത് പറയും സാക്ഷ്യം. അവര് പ്രാർത്ഥിച്ചാലും അവരുടെ ജീവിതയാത്ര മേലോട്ട. അങ്ങനെയുള്ള കാര്യം പ്രാർത്ഥിക്കും. അവര് പ്രബോധിപ്പിച്ചാലും പ്രസംഗിച്ചാലും അവരുടെ ജീവിതയാത്ര മേലോട്ടാണ്. അങ്ങനെയുള്ള കാര്യമേ പ്രബോധിപ്പിക്കും, പ്രസംഗിക്കും. അപ്പൊ ഇവിടെ പറയാണ്, നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ നീ അവരെ ഓർമ്മപ്പെടുത്തണം. അല്ലാതെ ജനത്തിന്റെ ആവശ്യം ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയല്ല. ദൈവം മറന്നുകൊണ്ട് കാര്യമല്ലോ, പക്ഷെ മനുഷ്യൻ മറന്നു. എന്താ പറഞ്ഞിരിക്കുന്നു? ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മപ്പെടുത്തിയാൽ ആർക്കുള്ളൂ. ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ഏത് വിഭാഗമായാലും ഏത് സംഘടനയായാലും അവിടെ ഇങ്ങനെ വചനം കേട്ട് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം അഭിഷേകം പ്രാപിച്ച ഒരൊറ്റ എണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കും കഷ്ടമാണ്.
ഹല്ലേലൂയ. കസേര പിടിയും ഗ്രൂപ്പ് പിടിയും അധികാരം പിടിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. അതുകൊണ്ട് ഇവരുടെ സ്നാനം പോലും ദൈവം അംഗീകരിക്കില്ല. ഹല്ലേലൂയ. ഇവരുടെ കയ്യിൽ നിന്ന് കർത്തൃമേശ വാങ്ങി കഴിച്ചാൽ, അപ്പം നിറക്ക് വാങ്ങി കഴിച്ചാൽ ഇതിൽ കൂടെ ഇവരുടെ ഉള്ളിൽ ഭൂതം കയറും. അല്ലാതെ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവരാജ്യ അവകാശത്തിന് യോഗ്യമായി നിൽക്കേണ്ടത്. നിൽക്കുവാൻ ബോധവാന്മാരായി മാറണം. അത് നിങ്ങളിൽ ഓരോരുത്തർ ആരായി മാറണം? ബോധവൽക്കരിക്കുന്നവരായി മാറണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തണം. അതിനോട് ചേർത്ത് യോഹന്നാൻ സുവിശേഷം 14:26 വാക്യം ഒന്ന് ചേർത്ത് വായിച്ചു നോക്കാം. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. എങ്കിലും ഓർക്കണം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അത് പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ യോഗ്യരായി മാറിയാൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ഓർമ്മപ്പെടുത്തും. അങ്ങനെ പ്രാപ്തിയാകുന്നത് വരെ നമ്മുടെ നടത്തിപ്പുകാരാണ് നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം നമ്മുടെ നടത്തിപ്പുകാരിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഓർമ്മപ്പെടുത്തുവാൻ അവർക്ക് ബോധം കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അങ്ങനെ കീഴടങ്ങിയിരിക്കുന്നവരെ ദൈവരാജ്യ അവകാശികളാണ്. പക്ഷെ നടത്തുന്നവരാരായിരിക്കണം? ഗ്രൂപ്പുകാരായിരിക്കരുത്, ദ്രവ്യാഗ്രഹിക്കായിരിക്കരുത്. സ്തോത്രം. പമ്പ് പറയുന്നവർ ആത്മപ്രശംസക്കാരൊന്നും ആകരുത്. ഹല്ലേലൂയ. അതൊക്കെ നിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയോഗത്തിൽ നിൽക്കണം. ഇനി ഏതെങ്കിലും നിയോഗത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോർത്ത് അവൻ അനുഭവിക്കുന്നവരായിരിക്കണം, സമ്മതിക്കുന്നവരായിരിക്കണം, വിനയപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ആ പരിശുദ്ധാത്മാവ് അവരിൽ കൂടെ ശേഷം ജനത്തിന് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അവരുടെ പറയുന്നത് യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കാം 16:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയും. ഇത് ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോടാ പറയുന്നത്, അംബാസിഡർമാരോടാ പറയുന്നത്, സ്ഥാനാപതികളോടാ പറയുന്നത്, അല്ലാതെ ശേഷ മനുഷ്യരോടല്ല ഈ പറയുന്നത്. ഒരു സഭയിലെ ദൂതനാകുന്ന, അധ്യക്ഷനാകുന്ന, സ്ഥാനാപതിയാകുന്ന, ഉപദേഷ്ടാവാകുന്ന വ്യക്തികളോടുള്ള അരുളപ്പാടാണത്. അവർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവരായിരിക്കണം. അത് അന്യഭാഷയിൽ മാത്രം ഒതുങ്ങുന്ന പരിശുദ്ധാത്മാവായിരിക്കരുത്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും പ്രബോധനത്തിന്റെയും ഭക്തിയുടെ ആത്മാവായിരിക്കണം. അതിന് തക്ക ആത്മാവിന്റെ ഫലമുണ്ടായിരിക്കണം, ആത്മനിയോഗമുണ്ടായിരിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെ നടക്കാൻ എവിടെയെല്ലാം സാധിക്കാതിരിക്കുന്നു അതൊക്കെ തിരിച്ചറിയുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് യേശു ക്രിസ്തു അത് അധികാരപ്പെടുത്തുന്നത്. വായിക്കാം. നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞ് സ്ത്രീ പുരുഷന്മാർ അനേകരെ ഇങ്ങനെ തിളച്ചു കിടക്കുകയാണ്. ലാവ തിളച്ചു മറിയും പോലെ തിളച്ചു മറിയുന്നത് പോലെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു കിടക്കുക സ്ത്രീ പുരുഷന്മാരിൽ അനേകര്. എന്തിന്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്നാണ്. പക്ഷെ ഈ ഓർമ്മപ്പെടുത്തലുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറയുന്നവരിൽ ഈ ഓർമ്മപ്പെടുത്തൽ ശുശ്രൂഷ നടക്കുന്നുണ്ടോ?
ഉണ്ടോ? എല്ലാവരും സൈലന്റ്. ലൈസൻസ് എടുത്തിട്ട് വന്നിരിക്കണം, മിണ്ടാതിരിക്കാന്ന്. ക്രൈസ്തല്ലോ, ക്രൈസ്തല്ലോ. ദൈവവചനത്തോട് നമ്മൾ പ്രതികരിക്കണം. സ്തോത്രം. മറുപടി പറയണം. എന്നാലും ഓർമ്മ കിട്ടുള്ളൂ. എന്നാല് ഓർമ്മ കിട്ടുള്ളൂ. ഓർമ്മ കിട്ടാൻ വേണ്ടിയാ പ്രതികരിക്കേണ്ടത്, മറുപടി പറയാനുള്ളൂ. സ്തോത്രം. അടുത്ത പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഈ ശുശ്രൂഷ എത്ര അധികം ശ്രേഷ്ഠമായതാണ്. അല്ല, നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? രോഗം കൊള്ളാൻ കാരണം ലോക ജീവിതമല്ലേ, പിതാക്കന്മാർ വച്ചിട്ട് ശാപങ്ങളില്ലേ? അതുപോലെ അതല്ല യേശുക്രിസ്തു നിർവഹിച്ചെന്ന് പറയും. നിർവഹിച്ചു, സ്വീകരിച്ചോ? അവിടെ നിർവഹിച്ചത് ഇവിടെ സ്വീകരിച്ചോ? ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി സഹിച്ചു പറ്റും. ഇവിടെ എല്ലാരും പറയും അവിടെ എല്ലാം നിർവഹിച്ചു, വിശ്വസിച്ചിങ്ങനെ കൈ നീട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പാത്രം കൊണ്ട് കാണിക്കും. ഇതിനു വേണ്ടിയാണ് അവരിങ്ങനെയല്ല പറഞ്ഞ് ഒപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പാത്രം അറിഞ്ഞ് കൃഷിയിടണം. ഇത് ജനത്തെ ലോകത്തോട് പറയണം. പാത്രം അറിഞ്ഞതിന് കൃഷിയിടണം. അതിനെ പഠിക്കുന്നവരെല്ലാം നമ്മൾ ഓഹരി കൊടുക്കണം. ഉള്ളിടത്തോളം ഉണ്ടെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല. വാങ്ങാൻ നിർബന്ധമില്ല, കൊടുക്കാൻ നിർബന്ധമുണ്ട്. സ്തോത്രം. അത് വചനം കേട്ട് ചെയ്യത്തക്കവണ്ണം പഠിപ്പിക്കുന്നവന്റെ കാര്യമാണ് പറയുന്നത്. പഠിക്കുന്നവന്റെ കാര്യം അല്ല ചുമ്മാ ഒപ്പനയ്ക്ക് വേണ്ടി വന്നിരുന്ന് കൂട്ടായ്മയ്ക്ക് വന്നിരുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച ക്രിസ്ത്യാനായിട്ട് വന്നിരുന്ന് പോയി, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. വചനം കേട്ട് ചെയ്യാൻ മനസ്സുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അല്ല വാഗ്ദാന മോഹങ്ങളെ ജനത്തിന് വിളമ്പി കൊടുത്തിട്ട് ജനത്തിന്റെ പേഴ്സിലിരിക്കുന്ന സാമ്പത്തികം ഇങ്ങോട്ട് സ്വീകരിക്കുന്ന പരിപാടിയല്ല ക്രിസ്തുവിന്റെ ശുശ്രൂഷ. ഇതെല്ലാം നമ്മൾ കർക്കശമായി തിരിച്ചറിഞ്ഞ് കർക്കശമായി നമ്മൾ ഏത് വിധത്തിലാണെങ്കിലും ഏത് മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും അത് പുറപ്പെട്ടിരിക്കണം. ലോകത്തോട് വിളിച്ചു പറയണം. ലോകത്തിൽ വിതരണോ അതിനെ ഈ അപ്പത്തെ ഈ വെള്ളത്തിന്മേൽ എറിയണം. ഈ അപ്പത്തെ എന്ത് ചെയ്യണം? വെള്ളത്തിന്മേൽ എറിയണം. അത് ഏറെ നാൾ കഴിയുന്ന അത് ഫലമായി തിരിച്ചു. സ്തോത്രം. അപ്പോൾ അവർക്കിടെ തൈലക്കാരന്റെ തൈലം മുഴുവൻ എന്ത് ചെയ്യും? ചത്ത ഈച്ച നാറ്റിക്കും. സ്തോത്രം. ചത്ത ഈച്ചയ്ക്ക് പിന്നീട് കണക്ക് വേറെ ഉണ്ട്. നാറ്റിക്കുന്ന ചത്ത ഈച്ചക്കുണ്ടല്ലോ, അത് കണക്ക് പിന്നീട് വേറെ ഉണ്ട്. പൈസലോ. അതുകൊണ്ട് ചത്ത ഈച്ചയ്ക്ക് വേണ്ടി ആരും എന്ത് ചെയ്യരുത്? ബാധിക്കരുത്. ഇതൊക്കെ ഇങ്ങോട്ട് പകർന്നു കിട്ടും. എത്ര പേര് കിട്ടിയിട്ടുണ്ട്? കരങ്ങളിലേക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു വരാം. ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിയുവാൻ കരുതിക്കൊള്ളാതെ വേണം. ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിയുവാൻ കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തന്റെ മരിക്കും. കേൾക്കുന്നുണ്ടോ? എന്ത് ചെയ്തിരുന്നാൽ? എന്നാ വേറെ അടുത്ത് പോയാണ്ടല്ല, പ്രാർത്ഥിക്കാതിരുന്നാൽ എന്ന് പറയും. അവർ പറഞ്ഞേ നമ്മളെന്തിന് വീട്ടിൽ പോയത് കടകടകടാ പ്രാർത്ഥിക്കും. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. മുട്ടുമേലെന്ന് പ്രാർത്ഥിക്കും. ഉറക്കം വരുന്നെങ്കിൽ ചുറ്റും നടന്ന് പ്രാർത്ഥിക്കും യവനെ രക്ഷിക്കാൻ വേണ്ടി. യവനെ രക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്നോട് പറയുക. നീ ദൈവത്തോട് പറഞ്ഞ രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞ കാര്യമില്ല. ദൈവം നിന്നോട് പറയുമ്പോൾ എന്നോട് പറയുമ്പോൾ ഞാനത് ചെയ്യണം. അല്ലാതെ ദുഷ്ടന്റെ മുമ്പിൽ പോയിരുന്നു അല്ലെങ്കിൽ രഹസ്യമായിട്ടിരുന്നോ ദൈവമേ രക്ഷിക്കണമേ രക്ഷിക്കണമേ ദൈവത്തോട് പറഞ്ഞ ദൈവം ആരാ? നിന്റെ വേലക്കാരനാണോ? നിന്റെ കൂർഹയാണോ?
നിന്റെ സെക്യൂരിറ്റി ആണോ ദൈവം? നീ പറയാൻ പോലെ ദൈവം കേൾക്കാൻ, ദൈവം പറയാൻ പോലെ നാം കേൾക്കണം. അതിന് തക്കവണ്ണം ഉൾക്കെടുത്ത് ഉൾബോധം നമ്മൾ പ്രാപിക്കണം. ദുഷ്ടാവി മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിയുവാൻ കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം ഓർക്കണം. ദുഷ്ടൻ തന്റെ വഴി, ദൈവത്തിന്റെ വഴിയല്ല, തന്റെ വഴി. ദുഷ്ടന്റെ വഴി അത് മരണ വഴിയാ, അത് ഭൗതിക അനുഗ്രഹത്തിന്റെ വഴിയാ, അത് ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ വഴിയാണ്. ആ വഴി വിട്ട് തിരിയുവാൻ തക്കവണ്ണം പ്രബോധിപ്പിക്കണം. എങ്ങനെ പ്രബോധിപ്പിക്കണം? ശാന്തമായിട്ട് തലോടി. പ്രാരംഭത്തിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും, പക്ഷെ എന്നും അങ്ങനെ ആകരുത്. അവൻ വിട്ട് തിരിയുവാൻ തക്കവണ്ണം അവനെ പ്രബോധിപ്പിക്കണം. അത് കർക്കശമായി പറയേണ്ട സാധ്യത വന്നാൽ അങ്ങനെ തന്നെ പറയണം. തറപ്പിച്ച് പറയേണ്ട സാധ്യത വന്നാൽ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ അയ്യോ സൗമ്യതയുടെ ആത്മാവിലാണ് പറയണോ എന്ന് ചിന്തിക്കരുത്. സൗമ്യതയുടെ ആത്മാവിൽ പറയേണ്ട സമയം വരെ അത് അങ്ങനെ പറയണം. അടുത്ത സൗമ്യതയുടെ ആത്മാവ് തന്നെ എന്ത് ചെയ്യും? കർക്കശമായി പറയാൻ ബോധമില്ല, അങ്ങനെ തന്നെ പറയണം. ഇല്ലെങ്കിൽ സൗമ്യതയുടെ ആത്മാവ് അങ്ങ് മാറും. പിന്നെ വ്യാജത്തിന്റെ വ്യാപാര ശക്തി പ്രവർത്തിക്കുക. അവൻ ഉള്ള കാലം മൊത്തം ഇങ്ങനെ സൗമ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, സൗമ്യമായിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. തലയോടുന്ന യവനും നശിക്കും, ആരെ തലയോടുന്ന അവരും നശിക്കും. ആ നാശത്തിന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കർക്കശമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാം. നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ അവന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തം, അവന്റെ ജീവന്റെ വില നിന്റെ അടുത്ത് ചോദിക്കും. അവന്റെ ജീവന്റെ വില നിന്നോട് ചോദിക്കും, എന്നോട് ചോദിക്കും. രക്ഷിക്കപ്പെട്ട ചാടിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ ഓരോട് ചെയ്ത് തീർത്തു പോകാനുണ്ട്. ഒരു കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. മക്കളെ പഠിപ്പിക്കണം, മക്കൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം, മക്കൾക്ക് വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കണം, മക്കൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ചെയ്തു കൊടുക്കണം. എല്ലാം ഒരു അപ്പൻ്റെ കുടുംബത്തിന്റെ കടപ്പാടുകളാണ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയും പോലെയാ. ഞാൻ ക്രിസ്തുവിൻ്റെ ആളാണ്, ഞാൻ ദൈവത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവൻ ദുഷ്ടനാണ്. സ്തോത്രം. നമ്മളും എത്രത്തോളം ചെയ്യുന്നതെന്ന് ഓർത്തോ. അതെ, എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയാതിരുന്നാൽ അർത്ഥം നീ അവന്റെ വഴിക്ക് പോകരുത്. അവന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീ അവന്റെ വഴിക്ക് പോയ നിന്റെ പ്രാണൻ നശിക്കും. വചനം കേട്ട് ചെയ്യുന്നവൻ ഇത് ചെയ്യും. വചനം കേട്ട് ചെയ്യുന്നവൻ അവന്റെ വഴിക്ക് പോകില്ല. വചനം കേട്ട് ചെയ്യുന്നവൻ അവന് വേണ്ടി പോയെന്ന് പ്രാർത്ഥിക്കുകയില്ല. അവനോട് പറയാൻ ദൈവം എന്ത് കൽപ്പിച്ചു അത് പറഞ്ഞു തീർക്കും. എന്നിട്ട് പറയും, ദൈവമേ അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തു, എങ്കിലും ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ദൈവ സന്നിധിയിൽ താഴ്മ ധരിക്കും. അങ്ങനെ താഴ്മ ധരിക്കുന്നവർക്ക് വീണ്ടും അഭിഷേകം ഓർമ്മ കൊടുക്കും, അടുത്തൊരാൾ നേടി. സ്തോത്രം. അവന്റെ പ്രാണനെ അവൻ രക്ഷിക്കുകയും ചെയ്യും. ആരുടെ? തന്റെ പ്രാണൻ. സ്വന്തം പ്രാണനെ സൂക്ഷിക്കാതെ താഞ്ചത്ത് മീന് പിടിക്കുമെന്ന് പറയും പോലെ, ആര് തിരുവെന്ന് ചോദിക്കും പോലെ, സ്വന്തം പ്രാണനെ സൂക്ഷിക്കാതെ ദുഷ്ടന്റെ പ്രാണൻ രക്ഷിക്കാൻ നോക്കിയാലേ രണ്ടുപേരും അവതാളത്തിലാവും, പാതാളത്തിലാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കർക്കശമായ ഉപദേശ രൂപങ്ങൾ നമ്മൾ ഗ്രഹിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്.
മനസ്സിലോ? ഇതൊക്കെ ഗ്രഹിച്ചറിയാത്തവരെ കുറിച്ചാണ് സദൃശവാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഈ 15-ന്റെ 29-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. ഏത് ദുഷ്ടങ്ങൾ അകന്നിരിക്കുന്നു? ദൈവനാമത്തിൽ വചനങ്ങളെ കേട്ട് ഓർമ്മപ്പെടുത്തിയാലും അത് ചെയ്യാൻ മനസ്സില്ലാത്ത ദുഷ്ടൻ, ആ ദുഷ്ടനോട് ദൈവം അകന്നിരിക്കും. ഈ വക കാര്യത്തിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ ശോധന ചെയ്തോളൂ. നമ്മളെ മിടുക്കന്മാരാണ്, മറ്റുള്ളവർ മോശക്കാരാണെന്നുള്ള ചിന്തയിലെല്ലാം നമ്മളായിരിക്കാനുള്ളത്. മറ്റുള്ളവരെക്കാൾ നമ്മൾ അനുസരണക്കേടാണോ ഇല്ലയോ എന്ന് ശോധന ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശോധന ചെയ്യാൻ തന്നെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും. സ്തോത്രം. യെശയ്യാ 59 2-ാം വാക്യം മുതൽ മടങ്ങി വരാം. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ, നിങ്ങളുടെ പാപങ്ങളത്രേ. ദൈവം കേൾക്കാതെ വണ്ണം ദൈവത്തിന്റെ മുഖത്തെ നിങ്ങൾക്ക് മറച്ചു, ദൈവം കേൾക്കാതെ വണ്ണം ദൈവത്തിന്റെ മുഖത്തെ അല്ലെങ്കിൽ ചെവിയെ മറച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇന്നത്തെ ക്രിസ്ത്യാനി അറിയണ്ടേ? ഇന്നത്തെ പെന്തക്കോസ് അറിയണ്ടേ? നമ്മൾ അറിയണ്ടേ? നമ്മൾ ചുമ്മാതെ പ്രാർത്ഥിച്ചു ദൈവം കേട്ടത് വിശ്വസിച്ചാൽ മതിയോ? അപ്പോഴേ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരാം, അത് ഇസ്രായേലിനോടല്ലേ പറഞ്ഞത്, പഴയ നിയമത്തിലുള്ള കാര്യമല്ലേ, നമുക്ക് പുതിയ നിയമമാണല്ലോ. മനസ്സിലോ? ദൈവത്തിന്റെ പുസ്തകത്തിലുള്ള പ്രവചന ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിക്കുന്ന തലമുറകൾക്ക് അടക്കമുള്ളതാണ്. അല്ല കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നവർക്കും ഈ കാലത്തില്ലാത്ത ഉള്ളവർക്ക് അല്ല എന്നല്ല, അപ്പോഴുണ്ടായിരുന്നവർക്കും ഇപ്പോഴുള്ളവർക്കും വരുന്ന തലമുറയ്ക്കും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വേർതിരിച്ച് മാറ്റി വയ്ക്കുന്നവരെ കാര്യം അയ്യോ കഷ്ടം. അവരത് ദൈവത്തിന്റെ വചനം കേട്ട് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. അവരൊക്കെ നാടകശാലയിൽ നാടകം പറയും പോലെ പ്രസംഗശാലയിൽ പ്രസംഗിച്ചിറങ്ങി പോകും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഒരു ഗുണം വരാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനമായിട്ട് വെളിപ്പെട്ടാൽ സ്തോത്രം, ഇന്നല്ലെങ്കിൽ നാളെ വിടുതൽ നടക്കും, അത്ഭുതം നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, ദൈവസഭ പണിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂട്ടുസാക്ഷികളായി മാറണം, കൂട്ടുകെട്ടായി കൂട്ടവകാശികളായി മാറണം, കൂട്ടുപണിക്കാരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ആത്മാഭിഷേകത്തിന്റെ ആ മഹത്വമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതായ മാതാവിന്റെ അഭിഷേകം അത്യന്ത ശക്തിയോടുകൂടി നമ്മൾ പ്രാപിച്ചെടുക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നിങ്ങളുടെ കൈകൾ യുദ്ധം അഭ്യസിച്ചിട്ടില്ല, നിങ്ങളുടെ വിരലുകൾ പോരിന് അഭ്യാസം പ്രാപിച്ചിട്ടില്ല. ആരോട്? മനുഷ്യരോടല്ല, പാപത്തോട് യുദ്ധം ചെയ്യണം. അത് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കൈകൾ അഭ്യസിച്ചിട്ടില്ല യുദ്ധത്തെ. നിങ്ങളുടെ വിരലുകൾ പോരിന് അഭ്യാസമുള്ളവരായി മാറും, പാപത്തോട് പോരുള്ളവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തത് കൊണ്ടാണ് കൈകൾ രക്തം കൊണ്ടും വിരലുകൾ അകൃത്യം കൊണ്ടും മലിനപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈകളിൽ വല്ല മലിനതയുണ്ടോ? നമ്മുടെ വിരലുകളിൽ വല്ല അകൃത്യമുണ്ടോ? തിരിച്ചറിയണം, ശോധന ചെയ്യണം. ആഹാരം കഴിക്കാൻ മാത്രം ഇങ്ങനെ കൈ ഉപയോഗിച്ചാൽ പോരാ, വല്ലപ്പോഴൊക്കെ മലത്തി വെച്ച് നോക്കണം കയ്യിൽ വല്ലതും ഉണ്ടോ. അച്ഛനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അദൃശ്യ കണ്ണുകൊണ്ട് നോക്കാം. ഡയറക്റ്റ് നോക്കി കാണാൻ പറ്റില്ല, വചനത്തിൽ കൂടെ നോക്കണം. ഇങ്ങോട്ട് ഇങ്ങനെ ലെൻസ് വെച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ കയ്യും കാലും ഇങ്ങനെ വീശി നടന്നാൽ പോരാ. ദൈവത്തിന് ഉദ്ദേശമുണ്ട് മനുഷ്യന്റെ കരം കൊണ്ട്. അടുത്ത് നിങ്ങളുടെ ആദരങ്ങൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് സത്യമല്ല സംസാരിക്കുന്ന, പോസ്റ്റ് സംസാരിക്കും. നിങ്ങളുടെ നാവ് ജപം, പ്രാർത്ഥന. നിങ്ങളുടെ നാവ് നീതികേട് പ്രാർത്ഥിക്കുന്നു. നീതിയല്ല പ്രാർത്ഥിക്കുന്നത്, നീതിക്കായി പ്രാർത്ഥിക്കുന്നില്ല, നീതികേടായി പ്രാർത്ഥിക്കുന്നു. അർത്ഥം
നീതിയാകുന്ന ദൈവരാജ്യ അവകാശത്തിന് വേണ്ടി, അതിന്റെ ഉപദേശത്തിന് വേണ്ടി, അതിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പ്രത്യുത നീതികേട്, അതായത് ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട് ഏറ്റെടുത്താൽ ആ മനുഷ്യന്റെ മേലും ഈ സ്നേഹത്തിന്റെ സ്പർശം വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ കേട്ട് ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായി മാറും. നമ്മൾ ഏത് കൂട്ടത്തിലാകും ആകണം, തിരിച്ചറിവുള്ളവരായിരിക്കും. വായിക്കാം. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല. വ്യവഹരിക്കുന്നവരുണ്ട്, പക്ഷേ നീതിയോട് അല്ല വ്യവഹരിക്കുന്നത്. അതായത് ആത്മീയ താല്പര്യത്തോടെ അല്ല വ്യവഹരിക്കുന്നത്, ലോകത്തിന്റെ താല്പര്യത്തോടെയാണ്. രണ്ടുപേർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാലും വ്യവഹാരത്തിന് വരും. പക്ഷെ എങ്ങനെ വ്യവഹരിക്കും? ലോകത്തിന്റെ താല്പര്യത്തിനൊത്തവണ്ണം, ദൈവരാജ്യത്തിന്റെ താല്പര്യത്തിനൊത്തവണ്ണം വ്യവഹരിക്കില്ല. അതറിയുന്ന ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇതറിഞ്ഞിട്ട് നമ്മൾ ദൈവരാജ്യത്തിന് ഒത്തവണ്ണം വ്യവഹരിക്കണം. അടുത്ത ഒരുത്തന് സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. സത്യം ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന് ഒത്തവണ്ണം ആരും പ്രതിപാദിക്കുന്നില്ല. എല്ലാവരും മനുഷ്യ കൽപ്പനകൾക്കൊത്തവണ്ണം, സാഹചര്യങ്ങൾക്കൊത്തവണ്ണം പ്രതിപാദിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് അതിന്റെ അനന്തരഫലം, അവർ വ്യാജത്തിൽ ആശ്രയിക്കുന്നു. ആശ്രയം ദൈവത്തിലല്ല, ആശ്രയം വ്യാജത്തിലാണ്. പക്ഷെ പറയുന്നതോ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. സ്തോത്രം. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് പോഷ്ക്ക് സംസാരിക്കുന്നു. അതിന്റെ അനന്തരഫലമോ അവർ കഷ്ടത്തെ ഗർഭം ധരിക്കുന്നു. കഷ്ടം ഗർഭം ധരിച്ച് നീതികേട് പ്രസവിക്കും. കഷ്ടം ഗർഭം ധരിക്കുക, പിന്നെ മാറാൻ പ്രാർത്ഥിച്ചാൽ മാറും. കഷ്ടം ഗർഭം ധരിച്ച് നീതികേട് പ്രസവിക്കുന്നു. അതിന്റെ അനന്തരഫലം അവർ അണലിമുട്ട പൊരുന്തി വെക്കുക, ചിലന്തി വല നെയ്ത് വെക്കുക. ചിലന്തി വല ചെന്ന ഭൗതിക അനുഗ്രഹത്തെ ഒത്തുവരിക. ഇത് താൽക്കാലികമാണ്. കാഴ്ചയിലുള്ളതല്ല, താൽക്കാലിക. ഇതെല്ലാം ഭൗതിക അനുഗ്രഹത്തോട് ഉപയോഗിക്കുകയാണ് ഈ ചിലന്തി വല. ആ മുട്ട തിന്നുന്നവൻ, അതായത് അത് വിശ്വസിക്കുന്നവൻ ആത്മീയമായി മരിക്കും. ജഡത്തിന്റെ ചിന്ത മരണം. ജഡിക അനുഗ്രഹത്തിന്റെ വിശ്വാസം അതെല്ലാം മരണമാണ്. മരണം അതിനെല്ലാം നമ്മൾ തുപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ പ്രസവത്തില്ല, പേര് കാണില്ല, ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഭൗതിക അനുഗ്രഹത്തിന്റെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും പ്രവചിച്ചും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവന് ജീവന്റെ ഉള്ളിൽ ജീവനില്ലാത്തതിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണും. ഇതവർ കർക്കശമായി തിരിച്ചറിവുള്ളവരാണ്. ആകണമെങ്കിൽ വചനം കേട്ട് ചെയ്യണം. അടുത്ത ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്ത് വരും. സ്തോത്ര. ആ കെട്ട് ആരെങ്കിലും പൊട്ടിക്കാൻ നോക്കിയല്ലേ? അണലി വേഷം പുറത്ത് ചിന്തി ചീറ്റും. സ്തോത്രം. അടുത്ത് അവർ നെയ്ത രക്ഷാവസ്ത്രത്തിന് കൊള്ളില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികളും സാഹസ കർമ്മങ്ങളുടെ മക്കളുണ്ട്. അവിടെ കാൽ ദൈവരാജ്യത്തിലേക്കല്ല ഓടുന്നത്, അവിടെ കാൽ ദോഷത്തിന് വേണ്ടി ഓടുകയാണ്. പിന്നെ കുറ്റമില്ലാത്തവരെ കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ നിരൂപണം ന്യായമല്ല, അന്യായ നിരൂപണമാണ്. ഓർക്കണമേ, ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നത്. അപ്പൊ സമാധാനമാണോ പ്രാർത്ഥന കിട്ടില്ല. സമാധാനത്തിന്റെ വഴി അറിയാം, എന്നാലും സമാധാനം കിട്ടും. ക്രൈസ്തല്ലോ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകും. ലോകം തരുന്ന പോലെ അല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞത്. അഴിഞ്ഞാടി
നടക്കുന്നവരെ കുറിച്ചല്ല, ഒപ്പത്തിനൊപ്പം ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നവരെ കുറിച്ചാണ്. ഹല്ലേലൂയ. അവർക്ക് ക്രിസ്തുവിന്റെ സമാധാനം. അവരെന്ത് ചെയ്യും? അവർ സമാധാനമാർഗം അറിയും. അവർ സമാധാനമാർഗം അറിയും. നമ്മൾ എത്ര പേർക്ക് സമാധാനമാർഗം അറിയാൻ താല്പര്യമുണ്ട്? അത് നമ്മളെല്ലാം അറിഞ്ഞെന്ന് പറയരുത്. അറിഞ്ഞെന്ന് പറയുന്നവർക്ക് അവകാശമില്ല. അറിഞ്ഞെന്ന് തോന്നുന്നവൻ, വല്ലത് അറിഞ്ഞു എന്ന് തോന്നുന്നവൻ അറിയേണ്ടതുപോലെ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവന് ജീവനില്ല. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തുമില്ല. എല്ലാം അറിയുന്നത് നടക്കുകയുള്ളൂ. ഇങ്ങനെ നടക്കാൻ കാരണം എന്താ? ഡോക്ടറേറ്റ് ഉണ്ട്, സെമിനാരി പഠനത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, BTH, MDH, CTH, ഇങ്ങനെ അനേക ഹെച്ചുകളുണ്ട്. പൈസലോ അതുകൊണ്ട് അവർക്ക് അഭിമാനമുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ ഈ അഭിമാനം പോരാ. ദൈവസന്നിധിയിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പിന്റെ ഡിഗ്രി വരണം. ദൈവവചനത്തിന്റെ സമ്പന്നത വരണം. സകല വചനത്തിന് സമ്പന്നനായി മാറണം. ആ ഡിഗ്രി വരണം. എന്നാലേ ദൈവരാജ്യത്തിലെ പേര് ചേർക്കപ്പെടൂ. സഹോദരങ്ങളെ, ഈ നാളിൽ നമ്മുടെ ജീവിതം നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ മനുഷ്യന്റെ ജീവിതം സുരക്ഷിതമായി ദൈവരാജ്യ അവകാശത്തിൽ എത്തിച്ചേരണമോ? എല്ലാവരും ദൈവത്തിന്റെ വചനം കേട്ട് ചെയ്യണം. കേട്ട് ചെയ്യുവാൻ മനോബലം ഉണ്ടാകണം. ചെയ്യുന്നുണ്ടായിരിക്കാം, അത് പോരാ. ഇനി ചെയ്യാനുള്ളത് കൂടെ ചെയ്യണം. കേൾക്കുന്നുണ്ടായിരിക്കാം, പോരാ. കേൾക്കേണ്ടത് കൂടെ കേൾക്കണം. ഓരോ ദിവസവും കേൾക്കണം. കേട്ട് മറക്കും, ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ദൈവ ശുശ്രൂഷ നിറവടിയായി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. ദുഷ്ടനോട് ദൈവം അകന്നിരിക്കുക. വചനങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ദുഷ്ടൻ ആരാണ്? ഏത് വിധത്തിലാണ് ദുഷ്ടനായി മാറിയത്? ഇപ്പോൾ ദുഷ്ടനാണോ അതോ ദുഷ്ടത വിട്ട് തിരിഞ്ഞോ? എല്ലാം തിരിച്ചറിഞ്ഞ് ആത്മനിയോഗം എന്തെന്ന് മനസ്സിലാക്കി താഴ്മയോടും വിനയത്തോടും എളിമയോടും ദൈവസന്നിധിയിൽ ജീവിച്ച് ആമേ സ്തോത്ര ലോകം വിട്ട് മാറ്റപ്പെടുമ്പോൾ ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി മാറുവാൻ, സിയോന്റെ അവകാശിയായി മാറുവാൻ, പുത്രയെരുശലേമിന്റെ അവകാശം പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും കൃപ ലഭിക്കേണ്ടതിന് താഴ്മയുള്ളവരായിരിക്കാൻ നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. എന്നാൽ ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യും. ദുഷ്ടനാരാണ്? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയം വയ്ക്കാത്തവൻ ദുഷ്ടൻ. അവന് സമാധാനമില്ല എന്ന് അവൻ പറയുന്നില്ല, പക്ഷേ ദൈവം പറയുന്നു അവന് സമാധാനമില്ല. അർത്ഥം, അവന് നിത്യജീവൻ ഇല്ല. ലോകത്തവന് സമാധാനം കാണുമായിരിക്കാം, പക്ഷേ അവന് നിത്യജീവൻ ഇല്ല എന്നാര് പറയുന്നു? ജീവന്റെ ഉടമസ്ഥൻ പറയുക. ക്രൈസ്തലോ ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന ഉടമസ്ഥൻ പറയുക, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിലില്ല. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? നമ്മെ തന്നെ ശോധന ചെയ്യുക, നമ്മെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക, നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മേഖല തുറന്നു. ആരും തികഞ്ഞവരല്ല. ഞാനാകട്ടെ നിങ്ങളാകട്ടെ തികഞ്ഞവരല്ല. എന്നാൽ തികയാൻ വേണ്ടി ദൈവം നമ്മെ വിളിക്കുക, തികഞ്ഞവരാകാൻ വേണ്ടി വിളിക്കുക. തികഞ്ഞവരല്ല, തികഞ്ഞവരായി മാറണം, തികവുള്ളവരായി മാറണം. സകല ജ്ഞാനത്തിലും സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും ആമേൻ തികവുള്ളവരായി മാറണം. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി മാറണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനായി നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി പ്രബോധിപ്പിക്കണം, അതിനുവേണ്ടി തമ്മിൽ കൈകോർക്കണം. നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്താലുള്ള കളങ്കം നമ്മുടെ ജീവിതത്തെ മരവിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ മരവിപ്പിനെല്ലാം മാറ്റുവാൻ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന് ശക്തിയുണ്ട്. അതിനായി നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.